So oscillation is a to and fro motion from its equilibrium position. നമ്മളിപ്പം ഒന്ന് പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഹാങ് ചെയ്തിരിക്കുന്ന നൂലാണ്. അതിൻ്റെ അറ്റത്ത് നമ്മളൊരു സിമ്പിൾ പെൻഡുലം കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ സിമ്പിൾ പെൻഡുലത്തിന് വിത്ത് റെസ്പെക്ട് ഈ പൊസിഷൻ മൂവ് ചെയ്യുക അല്ലേ? ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓസിലേഷൻ നമ്മൾ പറഞ്ഞതാണ് ഇറ്റ് ക്യാൻ ബി മൂവ് ടു ആൻഡ് ഫ്രോ, മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യും. ഇറ്റ് ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. Equilibrium position. It is a to and fro motion with respect to the equilibrium position. ഇനി ഈ ഓസിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം ചില ഓസിലേഷൻസ് പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓസിലേഷൻ കൃത്യമായ ഇന്റർവെല്ലിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ ഇതിപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ, അപ്പം പീരിയഡ് ക്യാപിറ്റൽ ടി, പീരിയഡ് ക്യാപിറ്റൽ ടി, അതായത് പീരിയഡ് ഓഫ് എ പീരിയോഡിക് മോഷൻ, the time interval between two successive oscillation, അല്ലെങ്കിൽ സെയിം ഓസിലേഷൻ അല്ലെ വൈബ്രേഷൻ റിപ്പീറ്റ് ചെയ്യുന്ന ടൈം ഇന്റർവൽ. സോ the period capital T is the time difference between two successive എന്ന് വേണം അല്ലെ, തൊട്ടടുത്ത two successive oscillation. അതിന് നമുക്ക് ഒരു വൺ പീരിയഡ് അല്ലെ ഒരു പീരിയഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ ഈ സിമ്പിൾ പെൻഡിൽ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ വന്ന് ഇവിടുന്ന് തിരിച്ച് ഇവിടം വരെ മാറും. അങ്ങനെ ഓരോ ഓസിലേഷൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനെയാണ് ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ പീരിയഡ് ഓഫ് ദാറ്റ് ഓസിലേഷൻ. അങ്ങനെയെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി. സോ the frequency is represented by the letter nu. Nu, frequency is the reciprocal of time period. It is the reciprocal of time period. That is, nu is equal to 1 by capital T. Frequency the unit ennaanu? ഹെഡ്സ്. അപ്പം ടി എന്ന് പറയുന്ന ടൈം പീരീഡില് ഒരു ഓസിലേഷൻ നടന്നാല് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/t ആയിരിക്കും. ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. Then we want to discuss one more term, angular velocity. Angular velocity നമ്മളിപ്പോൾ ഹയർ സെക്കൻഡ് പ്ലസ് ടു ലെവലൊക്കെ പഠിച്ചാണ്. ദാറ്റ് ഈസ് റെഫർഡ് ബൈ ദ ലെറ്റർ ഒമേഗ. അപ്പൊ നമ്മളിവിടെ ഒരു റൊട്ടേഷണൽ മോഷൻ അല്ല, ഇതിപ്പം ഒരു ലീനിയർ മോഷൻ അല്ല. അല്ലെ നമ്മളൊരു കാർ ഇപ്പോൾ റോഡോടെ പോകുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ലീനിയർ മോഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ ഒരു വിത്ത് റെസ്പെക്ട് ടു ഒരു റൊട്ടേഷണൽ മോഷനാണ്. സോ ആംഗുലാർ വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി
velocity due to the rotational motion. The velocity due to the rotational motion. So omega equation, omega is equal to 2 pi into nu. Nu നമ്മൾ ഇവിടെ 1/t എന്ന് എടുക്കുമ്പോൾ that is equal to omega is equal to 2 pi into 1/t. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഓസിലേഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി ഈ 2 pi എന്ന് പറയുന്നത് റൊട്ടേഷൻ ഡിഗ്രിയാണ്. അപ്പം അതിന്റെ യൂണിറ്റ് എന്ന് പറയണത് 2 pi, അത്രയും ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻ ആകാം. ഡിഗ്രി ഓർ റേഡിയൻ. അപ്പൊ നമുക്ക് വേണേൽ ഇവിടെ ഡിഗ്രി എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റിനെ എങ്ങനെ എഴുതാം? ഡിഗ്രി പെർ സെക്കൻഡ് അല്ലെങ്കിൽ റേഡിയൻസ് പെർ സെക്കൻഡ്സ്. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഉണ്ടായി എങ്ങനെ എഴുതാം? റേഡിയൻ, RAD എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് S⁻⁻1. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി. ആകാശ മനസ്സിലായ കാര്യങ്ങള്? അങ്ങനെ പറയാം അല്ലേ? ഒരു ഓസിലേഷൻ എടുക്കുന്ന മൊത്തം സമയം, അങ്ങനെ വേണേലും പീരീഡ്, ദ ടൈം ടേക്കൻ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. അതിനെ നമുക്ക് പീരീഡിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞേ? Frequency is the reciprocal of time period. Nu equal to 1/t. ഇനി ആംഗുലാർ വെലോസിറ്റി പറയുമ്പോൾ ഒമേഗ ഈക്വൽ ടു 2 pi nu 2 pi mu or 2 pi into 1/t. അതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ 2 pi എന്ന് പറഞ്ഞത് ഏതാണ്? റൊട്ടേഷൻ ഡിഗ്രി അല്ലെങ്കിൽ റേഡിയൻ. റേഡിയൻസ് പെർ സെക്കൻഡ് ഓർ റേഡിയൻ സെക്കൻഡ് റേസ് ടു -1. മനസ്സിലായ ഇത്രയും കാര്യങ്ങള്? മനസ്സിലായി സർ. സോ ഒന്ന് രണ്ട് സിമ്പിൾ ടേമും കൂടെ ഇപ്പൊ ഒരു ഓസിലേഷനെ കുറിച്ച് പറയണം. അതിൽ നമ്മളിപ്പം എക്സ് നമുക്ക് വെലോസിറ്റി ആയിട്ട് പറയാം അല്ലെ? അതായത് ഇപ്പം ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ അതൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ അത് ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവ് ചെയ്യുന്നു പറയും. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. സോ ഇതിവിടുന്ന് മൂവ് ചെയ്ത് മാക്സിമം ഒരു പോയിന്റേ വന്നിരിക്കും അല്ലെ? ഇവിടെ വരും, അതിനുശേഷം ഇങ്ങ് പോരും, അതിനുശേഷം ഇവിടെ ഒരു മാക്സിമം പോയിന്റിൽ വരും. അപ്പൊ ഈ ഹൈറ്റ്, this height, the maximum displacement of the oscillation, that is called amplitude. അതാണ് അടുത്ത ആംപ്ലിറ്റ്യൂഡ്, ക്യാപിറ്റൽ A. Amplitude is the maximum displacement from its equilibrium position. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രമാത്രം ഉണ്ടാകും അതിനെ നമ്മൾ ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഇത്രയാണ് ഫണ്ടമെന്റൽ തിങ്സ്. ഒരു ഓസിലേഷൻ എന്താണ്, അതിനൊരു എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലം ഓർ ദ വൈബ്രേഷൻ ഓഫ് എ സ്പ്രിങ് എന്ന് പറയാം അല്ലെ? ഒരു സ്പ്രിങ് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മളൊരു വെയിറ്റ് കെട്ടി ഇങ്ങ് വലിക്കുവാണെങ്കിൽ അതങ്ങ് ഇലോങ്ങേറ്റ് ചെയ്യും. ആ വെയിറ്റ് വിട്ട് കഴിയുമ്പോൾ അത് വീണ്ടും കംപ്രസ് ചെയ്യും. അപ്പം ഇതായിരുന്നു അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അവിടുന്ന് അത് ഇത്രയും ഇങ്ങോട്ട് എലോങ്ങേറ്റ് ചെയ്തു, അതുപോലെ ഇത്രയും ഇങ്ങോട്ട് കംപ്രസ് ചെയ്തു. ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെയും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് മൂവ്ഡ് ബൈ എ മാസ്. ഇവിടെ ഒരു മാസ് കൊടുത്തിട്ട് സ്പ്രിങ്ങിനെ താഴത്തേക്ക് ഇട്ട് ഇങ്ങനെ വലിച്ചുവിടുവാണ്, അങ്ങനെ ആടിക്കൊണ്ടിരിക്കും.
അങ്ങനെ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്.